ചേച്ചി ഈ താഴെ കിട്ടിയ പോസ്റ്റർ കണ്ടപ്പോഴേ മറ്റേ നേരത്തെ ഹാൻഡ് പിക്ഡ് ബൈ നവ്യ നായർ എന്നിട്ടുണ്ടായി. അപ്പോൾ ഇവനൊരു ഡൗട്ട് ചേച്ചി ഹാൻഡ് കൊണ്ട് ചെയ്ത അല്ല, ഹാൻഡ് ചൂസൺ പോയി എടുത്തതാണ് എല്ലാം. ജയ്പൂരിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും പിന്നെ കോയമ്പത്തൂർ അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ പോയി എടുത്തത്. ഞാൻ തന്നെ പോയി എടുത്ത സാരീസാണ്. എല്ലാ സാരിയും എനിക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ള സാരീസ് മാത്രമേ ഉള്ളൂ. ഞാനൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് അറിയുന്നില്ല. പക്ഷെ എൻ്റെ ചോയ്സാണ് ഈ ഫുള്ള് സാരീസ്. സാരീസ് ഭയങ്കര ഇഷ്ടം. ഇത് ബാഗുരു ഇത് ബനാറസിയാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഒരു എക്സിബിഷൻ കുറച്ച് ഷൂട്ടിംഗ് അങ്ങനല്ല ഒരു എക്സിബിഷൻ ആണല്ലോ. പോസ്റ്റർ കണ്ടപ്പോൾ ചെറിയ ഡൗട്ട്. സാരീസിൻ്റെ സാരീസ് കളക്ഷൻസ്. അതായത് എനിക്കിഷ്ടമുള്ള ടൈപ്പ് സാരീസ് കുറച്ച് എല്ലാം ഒരു പീസേ ഉള്ളൂ. കളേഴ്സ് ഒന്നും അധികമില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോരോ പീസ് ഓരോരോ കളേഴ്സ് മാത്രമുള്ള സാരീസ് എല്ലാം കൂടി ചേർത്തിട്ടൊരു ചെറിയ എക്സിബിഷൻ. ഇതെൻ്റെ വീടിൻ്റെ മുകൾ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് മാതങ്കി ഡാൻസ് സ്കൂള് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ സ്പേസ് ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തത്. എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഉടുക്കുന്ന സാരീസും അല്ലെങ്കിൽ ഇടുന്ന ഡ്രസ്സുകളൊക്കെ കുറേ പേർക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഒരു ഫണ്ട് അത്രയേ ഉള്ളൂ. ഇത് ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇന്ന് മാത്രമേ ഉള്ളൂ. 2 to 8 PM. അതിനുള്ളിൽ വന്ന് മേടിക്കണല്ലേ? ആസ് ദേ വിഷ്. ഇതൊക്കെ കോട്ട സാരീസാണ് ഞാൻ എടുത്തേക്കുന്ന. ഇറ്റ്സ് എ കോട്ട സാരിയാണ്. ലൈറ്റ് വെയിറ്റ് കോട്ട സാരി. ഭയങ്കര ഇഷ്ടമാണ് കോട്ട. പിന്നെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരീസാണ്. എന്താ പറയുക, ഈ കോട്ടൺ ഡാൻസേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് സാരീസാണ്. വെരി സോഫ്റ്റ് കോട്ടൺ ആയതൊക്കെ സാരിയൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവില്ല, ബോയ്സ് അല്ലേ. പക്ഷേ ലേഡീസിന് അറിയാം ഈ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഭയങ്കര സുഖമാണ് കൊടുക്കാൻ. ഇതെല്ലാം എൻ്റെ ടേസ്റ്റ് ഓഫ് സാരീസാണ്. ലൈക്ക് ഡാൻസേഴ്സിനൊക്കെ കൂടുതൽ ചിലപ്പോൾ ഡാൻസേഴ്സ് അല്ല, ട്രഡീഷണൽ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഒരുങ്ങി അങ്ങനെ ജുമിക്കൊക്കെ ഇട്ട് ഇഷ്ടമുള്ളവർക്ക്. ഇത് കുറച്ച് എന്താ പറയുക മോഡേൺ ആയിട്ടുള്ള സാരീസാണ്. ലൈക്ക് ഒന്ന് സ്റ്റൈൽ ചെയ്ത് ഷൂസ് അങ്ങനത്തെ സാധനത്തിൻ്റെ ഒക്കെ കൂടെ. ഒരേ പീസിന് ഒരു 10 വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഓർഡർ ഒന്നും ഉണ്ടാക്കാനും പറ്റില്ല. ഇല്ല, ഞാൻ അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ പ്ലാനിൽ ചെയ്തല്ലോ. ഞാനിത് ആൾക്കാരൊരു ടേസ്റ്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചേച്ചി ഇതിൻ്റെ പ്രൈസ് ടാഗ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര കുറവാണ് റേറ്റ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സംഭവം? അല്ല, എനിക്ക് പിന്നെ സാധാരണക്കാർക്ക് ഉള്ള സാധനങ്ങൾ മാത്രം വിചാരിച്ചിട്ടാണ് ഞാനിത് വെച്ചത്. അല്ലാതെ ഒരു ഭയങ്കര പ്രൈസ് ആയിട്ട് ഇടുന്നതിൽ തെറ്റുണ്ടെന്നൊന്നല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. പക്ഷേ എല്ലാ സാധാരണ ആൾക്കാർക്കും ഞാൻ ചൂസ് ചെയ്തൊരു സാധനം എന്ന് പറഞ്ഞിട്ട് അതിലൊരു വില ഇടാൻ പാടില്ല. അത് എല്ലാവർക്കും സാധാരണ മനുഷ്യർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വീട്ടമ്മമാർക്ക്, വർക്ക് ചെയ്യുന്നവർക്ക്, സ്വന്തമായിട്ട് ചിലപ്പോൾ കയ്യിൽ വരുമാനം ഇല്ലാത്തവർക്ക് പോലും സിമ്പിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാരീസാണ് മോസ്റ്റ്ലി എല്ലാം, ഓൾമോസ്റ്റ് എല്ലാ സാരീസും. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി കുറവുണ്ടോ എന്നുള്ളൊരു അത് അവർക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. ഞാനായിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതല്ല, പക്ഷെ എന്നാലും നമുക്ക് സ്റ്റഫൊക്കെ പിടിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ക്വാളിറ്റി എന്നുള്ളത് കുറച്ച് കാലങ്ങളായിട്ട് സാരി ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം. ഇപ്പം ഈ എല്ലാ സെലിബ്രിറ്റീസും ഈ ഇങ്ങനെ ഞാനും കൂടെ അല്ലേ തുടങ്ങാനുണ്ട്. ചേച്ചി അപ്പോൾ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡാൻസിലാണ്. ഡാൻസും അഭിനയമൊക്കെ തന്നെയാണ് എൻ്റെ മേഖല. അവിടെയൊക്കെ തന്നെ കോൺസെൻട്രേഷൻ. താഴെ ഇരിക്കുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനില്ലല്ലോ. ഇല്ല. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ കൊൽക്കത്ത ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് സാരീസാണ്. ഇന്ന് ഈ എക്സിബിഷൻ കഴിയുമ്പോഴേ ഈ ബാക്കിയുള്ള സാരി എന്ത് ചെയ്യും? ബാക്കിയുള്ള സാരി ഓൺലൈനിലും ഇത് പിന്നെ ലൈവ് ഇടുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിലും ആൾക്കാർ വാങ്ങും.
പിന്നെ സാരിയല്ലേ. അല്ല ഞാൻ ചോദിച്ചാൽ ഇപ്പോൾ ഇന്ന് മാത്രമല്ലേ, വേറൊരു ദിവസം കൂടി കണ്ടക്ട് ചെയ്യാലോ. എന്തായാലും ലെറ്റ്സ് സീ. ഇതിപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ട് ഇറ്റ് ഇസ് ഗോയിങ് ഗുഡ് പിന്നെ ആലോചിക്കാം. ചേച്ചി ശരിക്കും സാരി ലവറാണോ? സാരി ലവറാ. പിന്നെ കണ്ടിട്ടില്ല, ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സാരിയാണ്. ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കൺവീനിയൻ്റ് അല്ല ഇപ്പോൾ യാത്രയെല്ലാം ചെയ്യുമ്പോൾ, പക്ഷെ അല്ലാണ്ട് ഫങ്ഷൻസ്, മാതങ്കി ഫെസ്റ്റിവൽ, അതൊക്കെ എല്ലാ ദിവസവും സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു കൊടുക്കുന്നത്. അപ്പോൾ അമ്മ സാരി കൊടുക്കുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ലൈവായിട്ട് എല്ലാ ദിവസവും ധൃതി വെച്ച് അമ്മ സാരി കൊടുക്കുന്നതും, പിന്നെ ചിലപ്പോൾ എവിടെ കല്യാണത്തൊക്കെ പോകുന്ന സമയത്ത് അച്ഛൻ പ്ലീറ്റ് വെച്ച് കൊടുക്കുന്നതും, അങ്ങനെയൊക്കെ നമ്മളെപ്പോഴും സാരി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അന്ന് ലൊക്കേഷനിൽ, ശരിക്കും നന്ദനത്തിൻ്റെ ലൊക്കേഷനിൽ സാരി എനിക്ക് എടുത്തു തരുമ്പോൾ അവിടെ സ്ത്രീകളാരും ഇല്ല. അപ്പോൾ സ്ത്രീകളാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ ആൾക്കാരോട് ഉടുപ്പിച്ച് കൊടുക്കാൻ പറയുന്നത് എനിക്ക് നാണക്കേട്. അപ്പോൾ എന്നോട് അവർ ചോദിച്ചു, മോൾക്ക് ഉടുക്കാനറിയോ? അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഉടുക്കാനറിയാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ റൂമിനകത്ത് കയറിയിട്ട് നിന്ന് കറങ്ങി എന്തൊക്കെയോ കാണിച്ചു. എനിക്ക് ആകെ അറിയാവുന്നത് ഇവിടെ പ്ലീറ്റ് എടുക്കണം, പിന്നെ ഇവിടെ പ്ലീറ്റ് എടുക്കണം. പക്ഷെ എങ്ങനെ നോക്കിയിട്ട് പിന്നെ കുറേ അധികം അതൊക്കെ ഞാൻ എല്ലാ സൈഡുകളിലൊക്കെ കുത്തിക്കയറ്റി വെച്ച് അടിപ്പാവാടയിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഞാനങ്ങനെ സാരി എടുത്ത് നന്ദനത്തിൽ വരുന്നുണ്ട് സീനിൽ. അതങ്ങനെ തന്നെ ഇങ്ങനെ കുറച്ച് വീർത്തായിരിക്കുന്നത്. കാരണം എനിക്ക് ഉടുക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചുരുക്കി വെച്ചപ്പോൾ അതൊരു അത്യാവശ്യം കഥകളി ലുക്കിലേക്ക് ഇങ്ങനെ വീർത്ത് വന്നു. അപ്പോൾ പക്ഷേ അതിന് ശേഷം ഇപ്പം എനിക്കൊരു എന്താ പറയുക 5 മിനിറ്റ് മതി സാരി ഉടുക്കാൻ. അവിടുന്ന് ഒരുപാട് സിനിമകളിൽ സാരി ഉടുത്തും പഠിച്ചും സാരി ഉടുത്ത് ഡാൻസ് കളിച്ചും ഒക്കെ അത് പിന്നെ അങ്ങനെ ശീലമായി. ഇപ്പോൾ ദിവസവും നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് സാരി കോസ്റ്റ്യൂം ഇട്ടിട്ട് ഉടുത്തിട്ടാണ്. അപ്പം ലൈക്ക് ഒരു 5 മിനിറ്റ് ജോലിയാണ് ഇടപെടേന്ന് സാരി ഉടുത്തത്. നന്ദനത്തിൻ്റെ ഇന്ന് ഞാൻ വളരെ സർപ്രൈസിങ് ആയിട്ട് ഏതൊരു യൂത്ത് ഫെസ്റ്റിവലിൽ നന്ദനത്തിൻ്റെ കഥ വെച്ചിട്ട് ഒരു എന്താ പറയുന്നതിന് കോറിയോഗ്രാഫി ഡാൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ. ഭയങ്കര സന്തോഷമായി. സ്റ്റിൽ പീപ്പിൾ റിമെമ്പർ ഇറ്റ്. ഇറ്റ്സ് ബീൻ സോ മെനി ഇയേഴ്സ്. അല്ല ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോഴേ അത് കണ്ടിട്ടാ വന്നത്. അല്ല ഞാനേ കണ്ടുള്ളൂ. അല്ല അത് പറയാൻ വേണ്ടിയിട്ട് സത്യമായിട്ടോ ഏഷ്യാനെറ്റ് മൂവീസിൽ ഇതുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഒന്നായിട്ടില്ല. ഓക്കെ.